സോ ഹായ് ഗൈസ്, ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഇൻ പാലക്കാട്. ഇന്ന് പിന്നെ അധികം യാത്രയില്ല, നല്ല പനിയുടെ കോളുണ്ട്. അതുകൊണ്ട് രാവിലെ എന്നെ ഡോക്ടറിനെ കാണാൻ വേണ്ടി ഇറങ്ങി. കണ്ടില്ല, കൂട്ടിന്ന് അഴിച്ചുവിട്ട കോഴിയെ പോലെ ഇരുന്ന് ഞാൻ ഇപ്പൊ വെള്ളത്തിൽ വീണ കോഴിയെ പോലെ. ഇവിടെ പിന്നെ മയിലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കാണാനെത്തി. ഇതാണ് എനിക്ക് കിട്ടിയ ടോക്കൺ. ഇവിടെ പിന്നെ എന്താ പറ്റിയോ, ദേശീയ ഗുളികയായ പാരസെറ്റമോൾ മാത്രം കിട്ടിയില്ല. അതും കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേ ഈ ഒരു മുതലിനെ കാണുന്നത്. ഇതാണ് കാക്കയുടെ ദേവുട്ടി. സ്പടികത്തിൽ അലട്ട് ഓടിച്ച് ഇതേപോലെ ഒരു സാധനമല്ലേ. നമുക്ക് പിന്നെ ഇവിടെ കുളിപ്പിക്കാൻ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കാക്കയാന്നെല്ലാം ചെയ്തു. കുളിയും കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കയറ്റി ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ ഒന്നും നോക്കിയില്ല, വെട്ടത്തി എടുത്ത് നേരെ കപ്പ പറിക്കാൻ. ഇതാണ് പാലക്കാടൻ കപ്പ. അതും കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് കാഞ്ഞിരപ്പള്ളി ഡാമിൽ. ഇവിടെയും വെറുതെ അല്ലേ, എൻട്രി ഫീസ് ഉണ്ട്. കയറി ചെല്ലുമ്പോഴേ ഈ ഒരു സാധനത്തെ കാണാം, ആനയെ. ഇവിടെ പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും ഉണ്ട്. ഇത് പിന്നെ ഇവിടെ കണ്ടാലും നമ്മളൊന്ന് കയറണമല്ലോ. ഈ ഒരു കല്ലും മുള്ളും ചവിട്ടി കയറിയാൽ നമുക്ക് ഡാമിലെത്തും. നട്ടപ്രവയിലത്തെ റീൽസ് കാണാൻ പറ്റുമോ സെക്യൂർ ബാക്കി. പണ്ടൊക്കെ ഇതുപോലെ ഞാൻ തൊപ്പി ഇറക്കി വെക്കുമായിരുന്നു, ഇപ്പം എന്തോ പറ്റുന്നില്ല. അതും കഴിച്ച് നേരെ വീട്ടിൽ വന്ന ഒരു ഉറക്കവും പാസ്. ലാസ്റ്റ് ദിവസത്തേക്ക് മാത്രം മാറ്റി വെച്ച സാധനമാണ് മൗസിൽ അവൽ മിൽക്ക്. അങ്ങനെ അതും കഴിച്ച് അവിടുന്ന് ഒരു പാഴ്സലും വാങ്ങി നേരെ വീട്ടിലോട്ടെത്തി. വീട്ടിലെത്തി ഉമ്മയുടെ വക ചായം കടിയുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് ബാഗും പാക്ക് ചെയ്ത് നമ്മൾ അവിടെ ഇറങ്ങും. അങ്ങനെ ട്രെയിൻ വരാൻ 2.5 മണിക്കൂർ സമയമുള്ളതുകൊണ്ട് ഒരു കട്ട്ലേറ്റും കഴിച്ച് ഞാൻ കയറുവാണ്. ലൈഫിൽ എന്നും ഓർത്ത് വെക്കാവുന്ന 3 ദിവസങ്ങളായിരുന്നു ഇത്. എന്തോ തിരിച്ചു പോകുന്ന നേരം നല്ല വിഷമമായിരുന്നു. ഇനി വിഷമങ്ങൾ മാറ്റി വെച്ചിട്ട് ഇത് അകത്താക്കി ഞാൻ കടന്നുറങ്ങട്ടെ. ഇനി അടുത്ത ബാംഗ്ലൂർ വീഡിയോസിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.